ഇവിടെ പ്രേക്ഷകർ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതേ ഈ ദിവസം ഞങ്ങൾക്ക് നിങ്ങൾക്ക് നൽകാനുള്ള വലിയ വാർത്തയുടെ സമയത്തിലേക്ക്. അപ്പോൾ ഇന്നത്തെ വലിയ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, സർക്കാർ ആശുപത്രികളിലേക്ക് ആവശ്യമായ എക്സാമിനേഷൻ ഗ്ലൗസ് വാങ്ങാനുള്ള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ വഴിവിട്ട നീക്കം പുറത്ത്. ടെൻഡറിൽ പങ്കെടുത്ത ഒരു കമ്പനിയോട് യഥാർത്ഥ രേഖകൾ മാറ്റിത്തരാൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദരേഖയാണ് ന്യൂസ് മലയാളം ഇതാ പുറത്തുവിടാൻ പോകുന്നത്. വിവാദമായതോടെ ഓർഡർ ഇതുവരെ നൽകിയിട്ടുമില്ല. കാണാം ന്യൂസ് മലയാളം ദി ബിഗസ്റ്റ്. എക്സാമിനേഷൻ ഗ്ലൗസിനായി ഇത്തവണ 3 കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തത്. സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നവരോ അല്ലെങ്കിൽ ഇറക്കുമതി ലൈസൻസ് ഉള്ളവരോ ആയിരിക്കണം ടെൻഡറിൽ പങ്കെടുക്കേണ്ടത് എന്നതാണ് വ്യവസ്ഥ. ഇതനുസരിച്ച് മഹാരാഷ്ട്ര ആസ്ഥാനമായ ആംകെ, കാനം ലാറ്റക്സ്, പാലായിലെ സെന്റ് മേരി റബ്ബർ എന്നീ കമ്പനികൾ ടെൻഡറിൽ പങ്കെടുത്തു. ഇതിൽ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്തത് ആംകെയാണ്. എന്നാൽ ചില വ്യവസ്ഥകൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ് ഇവരെ ഒഴിവാക്കി. ശേഷം കൂടിയ തുക കോട്ട് ചെയ്ത പാല സെന്റ് മേരി റബ്ബറിന് ടെൻഡർ നൽകാനുള്ള നീക്കമുണ്ടായി. ഇതിനിടയിൽ ആംകെ ഒഴിവായാൽ ടെൻഡർ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന കാനം ലാറ്റക്സിന്റെ ഉടമസ്ഥരെ വിളിച്ച് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥ ടെൻഡർ രേഖകളിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതും യഥാർത്ഥ രേഖകൾ മാറ്റണമെന്നുള്ളതായിരുന്നു ആവശ്യം. സാധാരണഗതിയിൽ ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികൾക്ക് എന്തെങ്കിലും സമർപ്പിക്കാനുണ്ടെങ്കിലോ മാറ്റം വരുത്താനുണ്ടെങ്കിലോ അത് ഓൺലൈനായി അറിയിക്കുകയാണ് പതിവ്. അതല്ലാതെ ഒരു ഉദ്യോഗസ്ഥ നേരിട്ട് വിളിച്ച് കമ്പനി അധികൃതരുമായി സംസാരിക്കുന്നത് ഉണ്ടാകാറില്ല. അപ്പൊ നിങ്ങളെ അതിനകത്ത് റിവേഴ്സ്ഡ് ബിഡ് ഫോം തരണം. ബിഡ് ഓഫ് ഫോമിന്റെ റിവേഴ്സ്ഡ് ചെയ്തിട്ട് നിങ്ങൾ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവം മാറ്റിയിട്ട് ഓൺ മാനുഫാക്ചർ ആക്കിയിട്ട്. കാരണം വെച്ചാൽ ഇമ്പോർട്ടിന്റെ നിങ്ങൾ തന്നിരിക്കുന്ന ഒരു നമ്മളിപ്പോ വാലിഡ് മാർക്ക് സ്റ്റാൻഡിങ് നമ്മുടെ 490 വാലിഡ് മാർക്ക് സ്റ്റാൻഡിങ് നിങ്ങൾ 497 അനുസരിച്ചെല്ലാം തന്നിട്ടുണ്ട്. എം ഡി ലൈസൻസും പെർമിറ്റും എല്ലാം തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ അതിനകത്ത് ഇമ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടേ. അല്ല, ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ബിക്കോസ് ഇമ്പോർട്ട് ചെയ്യുന്നവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമല്ലോ. അതിനകത്ത് ടെൻഡറിലുണ്ടല്ലോ ആ പ്രോഡക്റ്റ്. എക്സാം ഗ്ലൗസ് ഇമ്പോർട്ട് ചെയ്യുന്നല്ലോ. പക്ഷേ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് വെച്ച് നമ്മൾ ഇത് സെയിം ഈ എക്സാമിനേഷൻ ഗ്ലൗസ് കഴിഞ്ഞ സബ് കമ്മിറ്റി സെയിം ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് വെച്ച് അത് റിജക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പൊതുവിപണിയിൽ 2 രൂപ 10 പൈസ മാത്രം വിലയുള്ള ഗ്ലൗസിന് 3 രൂപ 90 പൈസ ഈടാക്കിയ പാല സെന്റ് മേരീസ് റബ്ബറിന് ടെൻഡർ നൽകാനുള്ള നീക്കം ഇതോടെ സജീവമായി. ഭരണപക്ഷത്തെ സ്വാധീനമുള്ള ചിലരാണ് ഇതിന് പിന്നിലെന്നുള്ള ആക്ഷേപവും ഉയർന്നു. വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് പാല സെന്റ് മേരി റബ്ബറിന് ഓർഡർ നൽകാനുള്ള നീക്കം ഉണ്ടായതോടെ പരാതികൾ ഉയർന്നു. ഇതോടെ ടെൻഡർ നൽകാനായില്ല. വഴിവിട്ട് ടെൻഡർ നൽകാനുള്ള നീക്കം വിവാദമാവുകയും ചെയ്തതോടെ അന്തിമ തീരുമാനം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വിടുകയായിരുന്നു. 2017-18 കാലയളവിൽ ഇതേ കമ്പനി വിതരണത്തിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് ടെൻഡറിൽ 2ാം സ്ഥാനക്കാരായ കമ്പനിയിൽ നിന്നാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഗ്ലൗസ് വാങ്ങിയത്. വീഴ്ച വരുത്തിയ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നതാണ് മാനദണ്ഡമെങ്കിലും അതും ഉന്നത സ്വാധീനത്താൽ ഉപേക്ഷിക്കുകയായിരുന്നു. എല്ലാ മാനദണ്ഡങ്ങളും അട്ടിമറിച്ച് പൊതുവിപണിയേക്കാൾ കൂടിയ വില കോട്ട് ചെയ്ത കമ്പനിക്ക് എങ്ങനെയാണ് കരാർ കൊടുക്കാൻ നീക്കമുണ്ടായത്? കൊടുത്ത രേഖകളിൽ മാറ്റം വരുത്തണമെന്ന് മറ്റൊരു കമ്പനിയോട് കോർപ്പറേഷനിൽ നിന്ന് ആരാണ് വിളിച്ചു പറഞ്ഞത്? PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.